ശ്രീ ആർ വി ബാബു, നോക്കൂ, ഇന്ന് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞത്, അതായത് ഇത് വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണ്, 7ഓളം ഭരണഘടനാ പ്രശ്നങ്ങൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ സർക്കാരിന് സമയം വേണം ഒരു നിലപാട് എടുക്കാൻ എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം വിശ്വാസികൾക്കൊപ്പം നിൽക്കും എന്ന് ഒരു സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട്. അത്രയൊക്കെ സമയവും സാവകാശവും വേണോ ഒരു നിലപാടെടുക്കാൻ? സുപ്രീം കോടതിയിൽ വന്ന് ഇപ്പോ 2018 വിധി വന്നതിന് ശേഷം ഇതിനെതിരായിട്ടുള്ള റിവിഷൻ ഹർജി കൊടുക്കുകയും ആ റിവ്യൂ ഹർജി അംഗീകരിച്ചുകൊണ്ട് ഒരു ഹയർ ബെഞ്ച് രൂപീകരിക്കപ്പെടും എന്നും അവിടെ നമ്മുടെ ഈ അഭിപ്രായങ്ങൾ പറയേണ്ടി വരുമെന്നും സർക്കാർ ഇന്നാണോ മനസ്സിലാക്കിയത്? ഇനിയും സമയം വേണ്ടി വരും എന്ന് സർക്കാർ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഈ വിഷയം പൊതുസമൂഹത്തിന്റെ മുന്നിൽ വരികയും അത് വലിയ തോതിൽ വിവാദങ്ങൾക്ക് കാരണമാവുകയും രാഷ്ട്രീയമായി CPM-ന് വലിയ തിരിച്ചടിയായി തീരുകയും പിന്നീട് അത് CPM വീടുകൾ കയറി ഇറങ്ങി തങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, തങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുകയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോ CPM-ന്റെ നിയമമന്ത്രി പി രാജീവ് പറയുന്നത് ഇതിന് ഇനിയും സമയം വേണം, ഒറ്റയടിക്ക് ഇതിന് ഉത്തരം പറയാൻ സാധിക്കില്ലല്ലോ എന്ന ഒരു തൊടുന്യായമാണ്. എന്നാൽ കേരള സർക്കാരിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ ഒരു നിലപാട് പറഞ്ഞല്ലോ. കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ഈ കാര്യത്തിൽ നിലപാട് പറഞ്ഞു. ഈ ഹർജികൾ പുനഃപരിശോധിക്കേണ്ടതാണ്, പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്, ഈ വിധി പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് എന്ന് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തു. അങ്ങനെ ഒരു നിലപാടെടുക്കാൻ എന്താ കേരളത്തിന് പറ്റാത്തത്? അപ്പൊ ഇപ്പോൾ കേരള സർക്കാർ ഇപ്പോഴും എന്ത് നിലപാടെടുക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഗുരുതരമായ ആശയക്കുഴപ്പത്തിലാണ്. 2008, 2009 അവര് ദേവസ്വം മന്ത്രി ജി സുധാകരന്റെ കാലത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നയത്തിനും സമീപനത്തിനും അനുസരിച്ച് യുവതികളെ പ്രവേശിപ്പിക്കുന്നതിന് എതിരായിട്ടുള്ള ഒരു അഫിഡാവിറ്റ് അവർ കൊടുത്തു. 2013 ശേഷം അധികാരത്തിൽ വന്ന UDF സർക്കാർ എതിരായിട്ട് യുവതികളെ പ്രവേശിപ്പിക്കുന്നതിന് എതിരായിട്ട് ആചാരം നിലനിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അഫിഡാവിറ്റ് കൊടുത്തു. പിണറായിയുടെ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ പഴയ ആ അഫിഡാവിറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ജയദീപ് ഗുപ്ത കോടതിയിൽ കൊടുത്തത്. എന്ന് വെച്ചാൽ 2009 തങ്ങൾ കൊടുത്ത അതേ അഫിഡാവിറ്റിൽ തന്നെയാണ് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത് എന്ന് പറയുകയാണ്. അതുകൂടി കോട്ട് ചെയ്തിട്ടാണ് സുപ്രീം കോടതി 2018 വിധി പുറപ്പെടുവിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം ഇതാണ് എന്നുകൂടി വിധിയിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് സുപ്രീം കോടതിയുടെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള വിധി പ്രഖ്യാപനത്തിന് വലിയ തോതിൽ കാരണമായിട്ടുണ്ട്, വലിയ തോതിൽ കാരണമായി. ആ നിലപാടാണോ ഇനി ഇപ്പോൾ അവർ തുടരുന്നത്? അതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത ഇപ്പോൾ CPM-നില്ല. അനിൽ നമ്പ്യാരെ, CPM യഥാർത്ഥത്തിൽ വിചാരിച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഈ കേസ് വരുമെന്നാണ്. ഈ കേസ് എടുത്താൽ തന്നെ കോടതിയിൽ തങ്ങളുടെ ഭാഗം പറയാൻ വീണ്ടും സമയം കിട്ടും, അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോകും എന്ന ഒരു സമാധാനത്തിൽ ഇരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ CPM. പക്ഷേ ഈ അശനിവാദം പോലെ CPM-ന്റെ തലയിലേക്ക് ഒരു ഇടുത്തി പോലെ വന്ന് വീഴുകയാണ്. മാർച്ച് 14 മുൻപ് എല്ലാവരും അവരുടേതായിട്ടുള്ള അഭിപ്രായം എഴുതി കൊടുത്തേ മതിയാകൂ എന്ന്. അതോടെ CPM ഇപ്പൊ പുലിവാല് പിടിച്ച പോലെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു ആശയക്കുഴപ്പത്തിൽ പെട്ടു നിൽക്കുകയാണ്. ഇപ്പൊ നോക്കൂ, യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം എന്ന് മാത്രമല്ല, ഒപ്പം തന്നെ മുസ്ലിം മസ്ജിദ് പള്ളികളിലെ സ്ത്രീ പ്രവേശനം അവിടെ ഒരു വിഷയമാണ്. അതേപോലെ നമ്മുടെ ദാവിഡ് ബോറോ അല്ലെ, ആ വിഭാഗത്തിലെ ചേലാകർമ്മവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. ഇങ്ങനെ 2-3 വിഷയങ്ങൾ ഇതോടൊപ്പം പരിഗണിക്കുന്നുണ്ട്. മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ CPM-ന്റെ നിലപാട് എന്താണ്? അതിൽ CPM നിലപാട് പറഞ്ഞിട്ടുണ്ടോ? ഈ ശബരിമല സമരം നടക്കുമ്പോൾ തന്നെ ഈ വിഷയം അന്നേ തന്നെ CPM-ന് നേരെ ഉയർന്നു വന്നിട്ടുണ്ടല്ലോ. അന്ന് രാഷ്ട്രീയമായി ഇതിനോട് മറുപടി പറയാതെ അതിനെ തള്ളിക്കളഞ്ഞ CPM ഇപ്പോ നിലപാട് പറയേണ്ടി വരില്ലേ? ഇപ്പോ ഇതിനോട് ചേർന്ന് ആ കേസ് ചിലപ്പോ മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനം ഇതിനോട് ചേർന്ന് കേൾക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. പക്ഷേ അത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. സ്വാഭാവികമായും മുസ്ലിം പള്ളികളുടെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ CPM-നും ഈ സർക്കാരിനും നിലപാട് പറഞ്ഞേ പറ്റൂ. ചിലപ്പോ അപ്പോഴേക്കും ഈ സർക്കാർ പോയേക്കാം. എന്നാലും പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPM-ന് നിലപാട് പറഞ്ഞേ പറ്റൂ.
അപ്പോൾ CPM-ന്റെ ഇരട്ടത്താപ്പ് അതോടെ വിളിച്ചതാവും. ഇപ്പോൾ തന്നെ നിലവിൽ നമ്മുടെ കോഴിക്കോടുള്ള സുന്നി നമ്മുടെ ആ സംഘടന ഉണ്ടല്ലോ, നമ്മുടെ പഴയ ചകന്നൂർ മൗലവിയുടെ ആ സംഘടന, ആ സംഘടന സുപ്രീം കോടതിയിൽ കൊടുത്തൊരു കേസുണ്ട്. ആ കേസ് സ്ത്രീകളുടെ സ്വത്താവകാശവുമായി ബന്ധപ്പെട്ട കേസാണ്, സ്ത്രീകളുടെ തുല്യതയുമായി ബന്ധപ്പെട്ട കേസാണ്. ആ കേസിൽ സംസ്ഥാന സർക്കാർ ഒരു അഫിഡാവിറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. ആ അഫിഡാവിറ്റ് എന്താണ്? ശരിയത്താണ്, ശരിയെന്നാണ്. അപ്പോൾ മുസ്ലിം മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മുസ്ലിങ്ങളുടെ വിശ്വാസത്തോടൊപ്പം നിൽക്കുന്ന CPM, ഈ സർക്കാർ ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഹിന്ദുക്കളുടെ വിശ്വാസത്തോടൊപ്പം നിൽക്കാൻ തയ്യാറുണ്ടോ എന്നുള്ള ഗുരുതരമായ ഒരു ചോദ്യം. ആ ചോദ്യത്തിനാണ് നമുക്ക് ഉത്തരം വേണ്ടത്. നിങ്ങൾ ആരുടെ കൂടെയാണ്? വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹിന്ദു വിശ്വാസികളുടെ ഒപ്പം ഉണ്ടോ? നിങ്ങൾ ക്രിസ്ത്യൻ വിശ്വാസികളോടൊപ്പം അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസികളുടെ ഒപ്പമാണ്, അത് ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളുടെ വിശ്വാസത്തോടൊപ്പം ഉണ്ടോ? അങ്ങനെയല്ല എന്നുള്ളതാണ് നാളിതുവരെയുള്ള നമ്മുടെ അനുഭവം. ഇപ്പൊ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞു, അതേ ശ്വാസത്തിൽ അള്ളാഹു മിത്തല്ല എന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറിയുടെ നാടാണിത്, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഹിന്ദുക്കളുടെ വിശ്വാസത്തോടൊപ്പം ആ വിശ്വാസത്തെ മാനിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം CPM നാളിതുവരെ എടുത്തിട്ടുള്ള സമീപനം ഈ ഹിന്ദു ആരാധനകൾ, ഹിന്ദു വിശ്വാസങ്ങൾ, അതിനെതിരെ നിലനിൽക്കുക, നടപടി എടുക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇവിടെ രാംകുമാർ സാർ പറഞ്ഞ ക്ഷേത്രങ്ങളുടെ കാര്യം അതുകൂടി ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ രാജഗോപാലൻ സാർ ഉണ്ട്, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അദ്ദേഹം. വളരെ വ്യക്തമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ക്ഷേത്രങ്ങൾ വലിയ സംഭാവന സമൂഹത്തിന് ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേത്ര ഭരണം എന്ന് പറഞ്ഞാൽ ഒന്നും ജനാധിപത്യ സർക്കാരിന്റെ സംഭാവനയാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട കേട്ടോ. ഇപ്പോഴത്തെ ഈ സംവിധാനമൊക്കെ, ഞാൻ കേരള ചരിത്ര സംസ്കാരം, കേരള സംസ്കാരത്തിന്റെ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. 10-ാം നൂറ്റാണ്ടിൽ, അനന്തം പേരെ 10-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ മൂഴിക്കുളം കച്ചം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായി. മൂഴിക്കുളം കച്ചം എന്ന പേരിലാണ് ആ യോഗം അറിയപ്പെട്ടത്. അന്നത്തെ കോയിലധികാരിയുടെ നേതൃത്വത്തിൽ ഊരാളന്മാരുടെ എന്ന് നിശ്ചയിച്ച യോഗത്തെയാണ് മൂഴിക്കുളം കച്ചം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എത്ര കാലം മുമ്പ്? 10 നൂറ്റാണ്ടുകൾക്ക് മുൻപ്. ഇപ്പൊ ജനാധിപത്യത്തിന്റെ, ഞങ്ങളുടെ ജനാധിപത്യത്തിന്റെ പേരിൽ ക്ഷേത്രം ഭരിക്കുന്നതിന് ജനാധിപത്യ പ്രക്രിയ നടപ്പാക്കി ഒന്നുമല്ല. വളരെ വ്യക്തമായിട്ട് ഊരാള സമിതികൾ, 1 വർഷം കാലാവധി ഊരാള സമിതികൾക്ക്. ഓരോ വർഷവും പുതിയ ഊരാള സമിതി തെരഞ്ഞെടുക്കപ്പെടണം. ഓരോ ദിവസവും ക്ഷേത്രത്തിലെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യപ്പെടണം. അല്ലെങ്കിൽ ആ വരവ് ചെലവ് കണക്ക് വൈകുന്നേരം വായിക്കണം. അങ്ങനെ വായിക്കുന്നയാളുടെ പേര് സഞ്ചിതൻ എന്നാണ്. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള ആ ക്ഷേത്ര ഭരണത്തെയാണ് പിന്നീട് ജനാധിപത്യ സർക്കാരുകൾ വന്നപ്പോൾ പിടിച്ചടക്കി ക്ഷേത്രങ്ങളെ തകർക്കാൻ പുറത്തുനിന്ന് ശ്രമിച്ചു. ഒരമ്പലം തകർന്നാൽ അത്ര അന്ധവിശ്വാസം തകരും. ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ, അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 4 ചുവരല്ലേ, വിഗ്രഹം എന്നാൽ വെറും കല്ലല്ലേ. ഇവിടെ നേരത്തെ രാംകുമാർ സാർ പറഞ്ഞില്ലേ, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന്. വിശ്വാസവും ക്ഷേത്രവും ഹൈന്ദവ ആരാധനയും ഇതിഹാസങ്ങളും ഒക്കെ തകർത്തെറിയാൻ വേണ്ടി പരിപൂർണമായി ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. ജനങ്ങളുടെ ഇടയിൽ വിശ്വാസം വർദ്ധിച്ചു. ജനങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് ഒഴുകിയെത്തി. നിവൃത്തിയില്ല. പിന്നെന്ത് ചെയ്യണം? പിന്നെയുള്ള വഴി എന്താണ്? പിന്നെയുള്ള വഴി ക്ഷേത്രത്തിൽ അകത്ത് കടന്നുകൂടുക എന്നുള്ളത്. ക്ഷേത്രങ്ങളിൽ അകത്ത് കടന്നുകൂടി ക്ഷേത്ര ഭരണത്തിൽ വന്ന്, ക്ഷേത്രത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് വന്ന് ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് തകർക്കുക എന്നുള്ള ഒരു നടപടിയാണ് ഇപ്പോ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, CPM അടക്കമുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തെ ഉള്ളിൽ കടന്ന് തകർക്കുക. അങ്ങനെ തകർത്തുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് അയ്യപ്പ സംഗമം വരെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയ്യപ്പ സംഗമം വരെയുള്ള വാർത്തകൾ ഇങ്ങനെ ക്ഷേത്രങ്ങളെ ഉള്ളിൽ കടന്ന് തകർക്കുക. ഇപ്പൊ നോക്കൂ, ശബരിമലയുടെ വിഷയം വന്നു. ശബരിമലയിലെ ആചാരങ്ങളുടെ വിഷയത്തിൽ തകർത്തുകൊണ്ട് ശബരിമലയിലെ വിശ്വാസം തകർക്കുക, അങ്ങനെ ശബരിമലയെ തകർക്കുക, ശബരിമലയെ കൊള്ളയടിച്ച് തകർക്കുക. ശബരിമല തകർന്നാലുള്ള ഒരു ഗുണമുണ്ട്, രാജഗോപാലൻ സാറിന് അറിയാലോ. ശബരിമല തകർന്നാൽ ദേവസ്വം ബോർഡ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ശബരിമലയിൽ നിന്ന് വരുമാനമാണ് ദേവസ്വം ബോർഡിന്റെ 10,000-ഓളം ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിന് ആധാരം എന്നാണ് പറയുന്നത്. ഞാൻ അതിനെയൊക്കെ എതിർക്കുന്ന ഒരാളാണ് കേട്ടോ. അത് പോട്ടെ, ഞാൻ അവരുടെ വാദത്തെ ഉദ്ധരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ 1000-ഓളം ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നത് ശബരിമലയിലാണെങ്കിൽ ഈ 1000-ഓളം ക്ഷേത്രങ്ങളെ തകർക്കാൻ എന്ത് ചെയ്താൽ മതി? വളരെ നേരെ കിടക്കുന്ന കണക്കല്ലേ, നേരെ മനസ്സിലാവാലോ. ശബരിമലയെ തകർത്താൽ മതി. അപ്പൊ ശബരിമലയെ തകർത്തുകൊണ്ട് കേരളത്തിലെ പ്രമുഖമായ ക്ഷേത്രങ്ങളെ മുഴുവൻ ഒറ്റയടിക്ക് തകർക്കാം.
എന്ന ആസൂത്രിതമായ പദ്ധതിയാണ് ഈ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ പറയുന്ന ആചാരപരമായ അല്ലെങ്കിൽ സ്ത്രീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങൾ CPM എടുക്കുമ്പോൾ നമുക്ക് CPM എന്ത് നിലപാടെടുത്താലും അത് കേവലം രാഷ്ട്രീയമായ ഒരു അടവ് നയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിലപാട് മാത്രമാണ്. അതിൽ ഒരു ആത്മാർത്ഥതയും ഈ വിശ്വാസ സംബന്ധമായ കാര്യത്തിൽ CPM നാളെ വരെ എടുത്തിട്ടില്ല. ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഇനി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും വയ്യ. അതുകൊണ്ട് ഇനി നിലപാട് എന്തെടുക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എനിക്ക് എന്റെ പൂർണ്ണമായ വിശ്വാസം യുവതീ പ്രവേശനത്തിന് പൂർണ്ണമായും അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് ഇനിയെടുക്കാൻ CPM-ന് സാധ്യമല്ല. കേരളം അതിന് അവരെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഈ പറയുന്ന നിലപാടിൽ ഇനി ഉറച്ചു നിന്നുകൊണ്ട് CPM-ന് ഒരു അഫിഡാവിറ്റ് സുപ്രീം കോടതിയിൽ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഏകദേശം പൂർണ്ണമായ ധാരണയുണ്ട് അനിൽ നമ്പ്യാർ. ഓക്കെ.